രാവിലെ എഴുന്നേറ്റ് വന്നാൽ നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ എന്താ കറി ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്തയായിരിക്കും. അപ്പോഴാണ് ഇങ്ങനെ കുറേ മാങ്ങ വീണ് കിടക്കുന്നത് കണ്ടത്. മുറ്റത്ത് തന്നെയാണ് കേട്ടോ മാവുള്ളത്. അപ്പോൾ നല്ല പഴുത്ത മാങ്ങയാണ്. അപ്പോൾ വിചാരിച്ചു ഇന്ന് പഴുത്ത മാങ്ങ കറി തന്നെ. പിന്നെ ഒന്നും നോക്കിയില്ല, മൺചട്ടി അടുപ്പത്ത് വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ കുറച്ച് കടുകിട്ടു. എനിക്ക് മൺചട്ടിയിൽ കറി വെക്കണതാട്ടോ എപ്പോഴും ഇഷ്ടം. അപ്പോൾ കടുകൊക്കെ ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ചെറിയ കറിവേപ്പില അത് ഇട്ടു, കറിവേപ്പില ഇട്ടു. അതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു, അതും അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ടു. അതിനെ കൂടെ ഒക്കെ നന്നായിട്ട് വഴറ്റാൻ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഈ സമയം കുറച്ച് തേങ്ങ ഞാൻ ചിരകി വെച്ചിരുന്നു. അതിലേക്ക് കുറച്ച് ഒരു 2 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് നല്ല ജീരകം ഇട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ആ മൂത്ത് വന്ന വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തു. തേങ്ങ അരപ്പിട്ട് ഒരുപാട് വെള്ളമൊന്നും കൂട്ടാതെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത്, എന്നിട്ടോ അതിലേക്ക് നമ്മൾ തോല് പൊളിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ എടുത്ത് ഓരോന്ന് ഇട്ട് കൊടുത്തു. നല്ല നാടൻ പഴുത്ത മാങ്ങയാകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ മാങ്ങ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. ഈ സമയത്ത് കുറേ ആളുകൾ കൊണ്ടുപോയി. പ്രാവശ്യം ഒരുപാട് പേരാണ് ഈ മാങ്ങ കഴിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ മാങ്ങ ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് അത്രയും മതി, കൂടുതലൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ തുറന്ന് നോക്കുകയാണ് കേട്ടോ. അടിപൊളി. എന്നിട്ട് കുറച്ച് കടുകും വറ്റൽമുളകും 2 കറിവേപ്പിലയും കൂടെ വീണ്ടും താളിച്ചൊന്ന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, അടിപൊളിയല്ലേ? ഭയങ്കര രസമാട്ടോ ഈ പഴുത്ത മാങ്ങക്കറി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലൊക്കെ മാവിൻ്റെ ചുവട്ടിലൊക്കെ വീട്, അത് വെറുതെ പാഴായി പോവാതെ നല്ല കറി വെച്ചിട്ട് കഴിക്കുക എല്ലാവരും. ഓക്കെ.